Dear students, very good morning all. Once more all are welcome to Business Management new video classroom. In this video we are going to discuss emerging concepts in management. ഇതിനകത്ത് ഫസ്റ്റ് പാർട്ടായിട്ടുള്ള കൈസൺ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്. ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്. ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് അഥവാ TQM, ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്. എമർജിംഗ് ആയിട്ടുള്ള മാനേജ്മെന്റിലെ ന്യൂ കോൺസെപ്റ്റ് ആണ് ഈ ഒരു ചാപ്റ്ററിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അതിലെ ഫസ്റ്റ് പാർട്ടാണ് കൈസൺ. കൈസൺ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതായത് ഓരോ സ്റ്റേജിലും, ഇനീഷ്യൽ സ്റ്റേജിൽ മാത്രമല്ല, അതിന്റെ ഗ്രോത്ത്, അതല്ലെങ്കിൽ അതിന്റെ ഡെവലപ്മെന്റ്, അല്ലെങ്കിൽ അതിന്റെ മെച്യൂർ, അല്ലെങ്കിൽ സാച്ചുറേഷൻ, ഇങ്ങനെ കണ്ട ഓരോ സ്റ്റേജിലും അതിനെന്ത് വേണം? ഡെവലപ്മെന്റ് വേണം, അല്ലെങ്കിൽ അതിന് ചേഞ്ചസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. ഇതാണ് നമ്മൾ എന്ത് പഠിച്ചത്? കൈസൺ മെത്തേഡിൽ അല്ലെങ്കിൽ കൈസൺ എന്ന് പറഞ്ഞ കോൺസെപ്റ്റിലൂടെ പഠിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ ചെക്ക് ചെയ്യുന്നത് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്. അപ്പോൾ ടോട്ടൽ ക്വാളിറ്റി ആൻഡ് മാനേജ്മെന്റ് എന്ന് പറയുന്ന മൂന്ന് ടേം ഇൻവോൾവ് ആണ്. ഇറ്റ് ഹാസ് ഡ്രോൺ ദ വേൾഡ് വൈഡ് അറ്റൻഷൻ. That means total quality management has drawn the worldwide attention and is being undertaken in different organizations, both profit and non-profit. For a profit oriented sector അല്ലെങ്കിൽ ഒരു നോൺ പ്രോഫിറ്റ് ഓറിയന്റഡ് സെക്ടറിൽ പോലും ഈ പറയുന്ന ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് വേൾഡ് വൈഡിൽ ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇറ്റ് ഈസ് നൗ ബീങ് അഡോപ്റ്റഡ് ആസ് എ മാനേജ്മെന്റ് ഫിലോസഫി. ഇതൊരു മാനേജ്മെന്റിന്റെ ഫിലോസഫിയാണ്. Then it is a long-term success strategy for the organization. ഒരു ഓർഗനൈസേഷന്റെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലോങ് ടേം ആയിട്ടുള്ള ലൈഫ് ടൈം ആയിട്ടുള്ള സക്സസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്. ഇറ്റ് എയിംസ് അറ്റ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ, product quality at all stages and brings about continuous improvement and innovations for total quality. Okay, അപ്പോൾ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. ദാറ്റ് മീൻസ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ്, അതായത് കൺസ്യൂമർ ഇസ് ദ കിങ് ഓഫ് ദ മാർക്കറ്റ്. സോ കൺസ്യൂമർ ഓർ കസ്റ്റമർ, consumer or customer, then it has a management. then എന്തുണ്ടായിരിക്കും? ഒരു മാനേജ്മെന്റ് ഉണ്ടായിരിക്കും. കസ്റ്റമർക്ക് പ്രോഡക്റ്റ് സപ്ലൈ ചെയ്ത് കൊടുക്കണമെങ്കിൽ ക്രെഡിറ്റേഴ്സ് ഉണ്ടായിരിക്കണം. അതായത് ക്രെഡിറ്റേഴ്സ് അഥവാ ഡീലർമാര് പ്രോഡക്റ്റ് സപ്ലൈ ചെയ്ത് തരുമ്പോഴാണ് മാനേജ്മെന്റിന് കൺസ്യൂമറിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നത്. സോ ഈ മാനേജ്മെന്റിന്റെ കീഴിൽ ആരുണ്ടായിരിക്കും? ഒരുപാട് എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ടാവും. ഈ എംപ്ലോയീസ് മുഖേന എന്തുണ്ടായിരിക്കും? പ്രോഡക്റ്റ് ജനറേറ്റ് ചെയ്യും. പ്രോഡക്റ്റ്, അപ്പോൾ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് വരുത്തി തീർക്കണം. അപ്പോൾ then it consists of consumer, management, creditors or suppliers, then employees, then product. That is the total quality management. That is the customer satisfaction. അതായത് ഇവിടെ കസ്റ്റമറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കമ്പനി നിലനിന്ന് പോകുന്നത്. അപ്പൊ കസ്റ്റമറിനെ സാറ്റിസ്ഫൈ ചെയ്ത് പോകണം. ദെൻ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി എൻഷുർ ചെയ്യണം. നല്ല വെൽ ഓക്യുപ്പൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എല്ലാ ആളുകളും ആക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ക്വാളിറ്റി പ്രോഡക്റ്റിന് ഉണ്ടായിരിക്കണം. ദെൻ ബ്രിങ്സ് അബൌട്ട് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് ആൻഡ് ഇന്നോവേഷൻസ് ഫോർ ദ ടോട്ടൽ ക്വാളിറ്റി. അപ്പോൾ ഇവിടെ മാനേജ്മെന്റിന്റെ ഓൾ ഫാക്ടും ഇന്നോവേഷൻസിന് വിധേയമാക്കണം. അതുപോലെ ക്രെഡിറ്റേഴ്സിനെ ഫുൾ ടൈം സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം, എംപ്ലോയീസിനെ സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം, പ്രോഡക്റ്റ് ഇന്നോവേറ്റീവ് ആയിരിക്കണം. അങ്ങനെ കൺസ്യൂമറിനെ സാറ്റിസ്ഫൈ ചെയ്ത് പോകണം. ദാറ്റ്സ് ദ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്. അപ്പോൾ ഓവറോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇംപ്രൂവ്മെന്റ് ഉണ്ടാക്കിയെടുക്കുക, അതാണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്. Not only the consumers, not only the management, not only the suppliers or creditors, not only the employees, and also the product. ഇപ്പോൾ പ്രോഡക്റ്റിന്റെ കേസിൽ, എംപ്ലോയീസിന്റെ കേസിൽ, മാനേജ്മെന്റിന്റെ കേസിൽ
പ്രോഡക്റ്റ് അല്ലെങ്കിൽ കൺസ്യൂമർ അല്ലെങ്കിൽ കസ്റ്റമർ ഓർ ദ സൊസൈറ്റി ആസ് എ ഹോൾ, ഇവർ എല്ലാവരെയും ഒരേ സമയം ഒരുപോലെ സാറ്റിസ്ഫൈ ചെയ്ത് പോവുക. അതിന് ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് സപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ എന്തുണ്ടായിരിക്കണം? കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് ഉണ്ടായിരിക്കണം ഇൻ ഓൾ സ്റ്റേജസ്. In case of management, in case of product, in case of an employees, or in case of management, or in the dealers or suppliers, etc. Is it clear? This is a simple way. Total quality management. It is a philosophy of management, or it is a strategy for the organization. That means the long-term success strategy for the organization by issuing quality product or services to the community or the customer or any consumers, by issuing the real price or the quality product, by satisfying the employees of an organization and also the management. Okay, that is a simple philosophy of a management. Let's go definition of total quality management. Definition of total quality management. How can define total quality management അഥവാ TQM? Then according to Oakland, total quality management is an approach to improving the effectiveness and flexibility of business as a whole. It is essentially a way of organizing and involving the whole organization, every department, every activity, every single person at every level. That is a simple definition given by Oakland. അപ്പോൾ ഓക്ലാൻഡിന്റെ അഭിപ്രായത്തിൽ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്നത് അപ്രോച്ച് ടു ഇംപ്രൂവിങ് ഒരു അപ്രോച്ചാണ്. അതായത് ഒരു എന്താ പറയുക, സമീപനമാണ്. ഏത് രീതിയിലുള്ള സമീപനമാണ്? ഇംപ്രൂവിങ് ദ ഇഫക്റ്റീവ്നെസ് ആൻഡ് ഫ്ലെക്സിബിലിറ്റി ഓഫ് ബിസിനസ് ആസ് എ ഹോൾ. ഒരു ഓർഗനൈസേഷന്റെ ടോട്ടൽ ഇഫക്റ്റ് അല്ലെങ്കിൽ ടോട്ടൽ ഇവന്റ് എന്താണോ അതിൻ്റെ ഇഫക്റ്റീവ്നെസ് അല്ലെങ്കിൽ അതിൻ്റെ പ്രയത്നങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ പ്രയോജനങ്ങൾ എത്രമാത്രമുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഫ്ലെക്സിബിലിറ്റിയോടുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഓരോ ഫാക്ടിനോടുമുള്ള ഒരു അപ്രോച്ചാണ്. That means 1 to 10 or A to Z all ഇവന്റിലും ഉണ്ടാകുന്ന അപ്രോച്ചാണ് എന്ത്? ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്. It is essentially a way of organizing and involving the whole organization. That means every department, then every activity, every single person at every level. ഓരോ ലെവലിലുമുള്ള ഇൻഡിവിജ്വൽസ്, ദെൻ ഓരോ ലെവലിലുമുള്ള ഡിപ്പാർട്ട്മെന്റ്, ഓരോ ലെവലിലുള്ള ആക്ടിവിറ്റീസ് ആസ് എ ഹോൾ എന്ത് ചെയ്യുന്നു? ഇംപ്രൂവ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ അങ്ങനെ ഇംപ്രൂവ് ചെയ്യുവാനുള്ള ആക്ടിവിറ്റീസ് ഇൻവോൾവ് ആകുന്നതാണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്നത്. What's more, total quality management is an approach to improving the effectiveness and flexibility of business as a whole. It is essentially a way of organizing and involving the whole organization, every department, every activity, every single person at every level. Okay, that is the definition of total quality management. Next topic, basic concepts of TQM. TQM ന്റെ ബേസിക് കോൺസെപ്റ്റ്, ദാറ്റ് മീൻസ് ഏത് ഏരിയാസിൽ അല്ലെങ്കിൽ ഏത് സ്റ്റേജിലാണ് നമ്മൾ ഈ ഒരു TQM അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതാണ് ബേസിക് കോൺസെപ്റ്റ് ഓഫ് TQM. നമ്പർ 1, കസ്റ്റമർ ഓറിയന്റേഷൻ. സെക്കൻഡ് 1, കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ്, ദാറ്റ് മീൻസ് കൈസൻ. എംപ്ലോയി എംപവർമെന്റ്, team approach, employee involvement and management involvement. Very simple things. First one, customers orientation. Consumer is the king of the market, we know that. Then so the taste, habit, like and dislikes is differentiated from person to person. That means one customer taste is different from another.
one customer's buying habit or purchasing power is different from other person, then all of things one person to another is differentiated. So the needs or the product of the company is decided or the depends upon the customer taste and habit. So customer orientation, that means total quality improvement depend upon the customer desire or their wants, his needs or their satisfaction. The company should consider before fixing or deciding or defining the product or services. ഒരു കമ്പനി ഒരു പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് ഏത് കസ്റ്റമറിനെ ഫോക്കസ് ചെയ്തിട്ടാണ് പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ കസ്റ്റമറിന്റെ ടേസ്റ്റ്, കസ്റ്റമറിന്റെ ഹാബിറ്റ്, കസ്റ്റമറിന്റെ ലൈക്ക്, ഡിസ്ലൈക്ക്, പർച്ചേസിംഗ് പവർ, ബൈയിങ് ഹാബിറ്റ്, all of the factors should be considered before designing the product. പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം, കസ്റ്റമറിന്റെ എക്സ്പെക്ടേഷൻസ് എന്താണ് എന്നുള്ളതാണ്. അല്ലാതെ കമ്പനീൻ്റെ കപ്പാസിറ്റി എന്താണ്, കമ്പനിക്ക് അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ എന്താണ്, ഇതിനെ മാത്രമല്ല ഫോക്കസ് ചെയ്യേണ്ടത്. കസ്റ്റമറിന്റെ ഹാബിറ്റ് അല്ലെങ്കിൽ കസ്റ്റമറിന്റെ ടേസ്റ്റ്, അവരുടെ ഹാബിറ്റ്, ലൈക്ക്, ഡിസ്ലൈക്ക്, ഇതിനനുസരിച്ച് കൊണ്ട് റോ മെറ്റീരിയൽസിനെ മാറ്റിയിട്ട് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണം. സോ അപ്പോഴാണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് ഇൻവോൾവ് ആവുക. സ്റ്റാർട്ട് ചെയ്യേണ്ടത് കസ്റ്റമറിൽ നിന്നാണ്. സോ അതുകൊണ്ട് കസ്റ്റമറിനെ ഓറിയന്റേഷൻ നടത്തിക്കൊണ്ട് അല്ലെങ്കിൽ കസ്റ്റമറിനെ ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കണം ക്വാളിറ്റി ഇൻവോൾവ്മെന്റ് നടത്തുന്നത്. സെക്കൻഡ് വൺ പറയുന്നത് എന്താണ്, കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ്. നമ്മൾ പഠിച്ചു കഴിഞ്ഞാണ് കൈസൻ. 1 സ്റ്റേജിലല്ല, 2nd സ്റ്റേജിലല്ല, 3rd സ്റ്റേജിലല്ല, 4th സ്റ്റേജിലല്ല, ഓൾ സ്റ്റേജസ് ഇംപ്രൂവ്മെന്റ് വിധേയമായിരിക്കണം. അപ്പോൾ എത്രമാത്രം ഇന്നോവേറ്റീവ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുവോ അത്രയും ഇന്നോവേറ്റീവ് ആയ കാര്യങ്ങൾ ഓരോ സ്റ്റേജിലും ഇംപ്ലിമെന്റ് ചെയ്യണം. ഒരു വർക്ക് കഴിഞ്ഞു, അപ്പോൾ ആ വർക്കിനെ കുറിച്ച് അല്ലെങ്കിൽ വർക്ക് സ്റ്റാർട്ട് ചെയ്തു, നമ്മൾ പ്രീ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ പ്രീ പ്ലാൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമായിരിക്കാം നമുക്ക് ഇന്നോവേറ്റീവ് ആയ ഐഡിയാസ് വരുന്നുണ്ട്. ആ ഐഡിയാസും കൂടിയും അതിനകത്ത് ഇൻവോൾവ് ചെയ്തിട്ട് വേണം അത് ഇംപ്ലിമെന്റ് ചെയ്ത് പോകാൻ. അതാണ് എന്ത് പറയുന്നത്, കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് ഇൻ ഓൾ സ്റ്റേജസ്, ഫ്രം ദ canvassing of raw material into the finished goods entering into the customer. അൾട്ടിമേറ്റ് കസ്റ്റമർ ആരാണോ ആ കസ്റ്റമറിന്റെ ഹാൻഡിലേക്ക് ആ പ്രോഡക്റ്റ് ഹാൻഡ് ഓവർ ചെയ്യുന്നത് വരെ അതിനകത്ത് എന്തെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ ആസ് എ കമ്പനി എന്ന രീതിയിൽ അത് ഇംപ്ലിമെന്റ് ചെയ്ത് പോകണം. സോ ടോട്ടൽ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ഉണ്ടായിരിക്കും. തേർഡ് വൺ, എംപ്ലോയി എംപവർമെന്റ്. നമ്മൾ പറഞ്ഞ കസ്റ്റമറിനെ ഫോക്കസ് ചെയ്യണം, ദെൻ എല്ലാ ടൈമിലും അതിന് ഇംപ്രൂവ്മെന്റ് കൊടുത്തിരിക്കണം, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഇവാലുവേഷൻ പ്രോസസ് നടത്തിക്കൊണ്ട് ഇംപ്രൂവ്മെന്റ് ജനറേറ്റ് ചെയ്യണം. ഇതൊക്കെ സക്സസ് ആവണമെങ്കിൽ എന്തുണ്ടാവണം, എംപ്ലോയിക്ക് ബെനിഫിറ്റ് ഉണ്ടാവണം. അപ്പൊ എംപ്ലോയിന്റെ പ്രോബ്ലംസ്, എംപ്ലോയിന്റെ സ്ട്രെങ്ത്, എംപ്ലോയിന്റെ ഫെയിലിയർ, അല്ലെങ്കിൽ എംപ്ലോയിന്റെ കോമ്പറ്റീഷൻ കപ്പാസിറ്റി എത്രമാത്രമുണ്ട്, അവർക്ക് എന്ത് റിവാർഡാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഓരോ പ്രോബ്ലംസ് ഉണ്ടാകുമ്പോഴും എംപ്ലോയിയും സ്ഥാപനത്തിൽ നിന്ന് പിരിച്ചുവിടുകയല്ല ചെയ്യേണ്ടത്, അത് സക്സസീവ് ആക്കി കൊണ്ടുവരാൻ അല്ലെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ആ പ്രോബ്ലത്തിന് ഓവർകം ചെയ്യാൻ ആവശ്യമായ റെമഡിയൽ മെഷേഴ്സ് അവർക്ക് മുമ്പിൽ കൊടുക്കണം. അതായത് പണ്ടത്തെ ഓൾഡ് കോൺസെപ്റ്റ് അനുസരിച്ച് കൊണ്ട് ഓരോ പണിഷ്മെന്റിനും അല്ലെങ്കിൽ ഓരോ ഫോൾട്ട് അല്ലെങ്കിൽ ഓരോ എറേഴ്സ് വരുമ്പോഴും അതിനൊക്കെ പണിഷ്മെന്റ് കൊടുക്കുന്നതിന് പകരം ന്യൂ കോൺസെപ്റ്റ് അനുസരിച്ച് കൊണ്ട് അത് തിരുത്താൻ ആവശ്യമായ റെമഡിയൽ മെഷേഴ്സ് അവർക്ക് മുമ്പിൽ കൊടുക്കണം. അങ്ങനെ എംപ്ലോയിയുടെ സാറ്റിസ്ഫാക്ഷൻ കുറയും. എംപ്ലോയിക്ക് എത്രമാത്രം സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുന്നുണ്ടോ അത്രയും റിസൾട്ട് അവർ ചെയ്യുന്ന വർക്കിലുണ്ടായിരിക്കും. ഓക്കെ, അതേസമയം അവർക്കൊരു പണിഷ്മെന്റ് കൊടുത്തു, then to compare with their co-workers or their friends or their relatives, anyway അവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പണിഷ്മെന്റ് വോളിയം ഒരാൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അയാൾ വർക്ക് ചെയ്യുന്നതിന്റെ വോളിയം കുറയും. ഓക്കെ, അതിന് പകരം എന്ത് ചെയ്യുക, റെമഡിയൽ മെഷേഴ്സ് കൊടുത്തുകൊണ്ട് അവരുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ അവരുടെ കോ വർക്കേഴ്സ് ആരാണോ അവർക്ക് ഒപ്പം എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെൻഡൻസി ക്രിയേറ്റ് ചെയ്ത് പോകുക. അതാണ് നമ്മുടെ എംപ്ലോയി എംപവർമെന്റ് കൊടുക്കുക. മാക്സിമം റിവാർഡുകൾ കൊടുക്കുക, മാക്സിമം കോൺടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുക, അതിലൂടെ സക്സസ് ആകുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ അതിൻ്റെ വിന്നർ ആകുന്ന ആളുകൾക്ക് മാക്സിമം റിവാർഡ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. ദെൻ ടീം അപ്രോച്ച്. ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു റിസൾട്ട് അല്ലെങ്കിൽ ഒരു റീസൺ നമുക്ക് അറിയണം. അപ്പോൾ ആ പ്രോബ്ലത്തിന് ആവശ്യമായ സൊല്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സർക്കിൾ, അപ്പോൾ ഈ സർക്കിളിൽ ചുറ്റിലും ഒരുപാട് എംപ്ലോയീസ് അല്ലെങ്കിൽ പാർട്ടീസ് ഇരിക്കുന്നുണ്ട്.
അപ്പോൾ ഇവിടെ ഒക്കെ ഒരുപാട് കേപ്പബിലിറ്റി ഉള്ള ആളുകളുണ്ട്. അപ്പോൾ നമ്മളുടെ ആ ഒരു മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം എന്താണോ ആ പ്രോബ്ലം സൊല്യൂഷന് വേണ്ടിയിട്ട് ഈ മുഴുവൻ ആളുകളിൽ നിന്നും എന്ത് ചെയ്യാം, ഇൻഫർമേഷൻ കളക്ട് ചെയ്യാം ഓരോ ആളും. അപ്പോൾ ഇയാളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന റിപ്ലൈ അല്ലെങ്കിൽ സജഷൻ അത് ഡിഫറെൻ്റ് ആയിരിക്കും ഇയാളുടെ ഭാഗത്ത് കൺസിഡർ ചെയ്യും. സോ ഇവിടെയുള്ള മുഴുവൻ ആളുകളെയും കൺസിഡർ ചെയ്തുകൊണ്ട് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള സൊല്യൂഷൻ കണ്ടെത്തും. അതേസമയം ഒരു ഇൻഡിവിജ്വൽ പേഴ്സൺ മാത്രം ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സൊല്യൂഷൻ കൊണ്ടുവരിക എന്നുള്ള അത് ലിമിറ്റഡ് ഫാക്റ്റ് ആണ്. പക്ഷെ അത് ഈ പറയുന്ന റിമൈനിങ് ആളുകൾക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ കമ്പനിക്ക് സക്സസ്ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ എല്ലായ്പ്പോഴും ഒരു ടീം അപ്രോച്ച് ഉണ്ടാവണം. അപ്പോൾ ആ ടീമിനകത്ത് നിന്ന് നല്ല ക്വാളിറ്റിയുള്ള റെമഡിയൽ മെഷേഴ്സ് അല്ലെങ്കിൽ നല്ല ഐഡിയാസ് അല്ലെങ്കിൽ നല്ല ഇൻഫോർമേഷൻസ് എന്ത് ചെയ്യാൻ പറ്റും, ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ എല്ലായ്പ്പോഴും ഒരു ടീം അപ്രോച്ച് ഉണ്ടായിരിക്കുക. അപ്പോൾ ഓരോരുത്തരുടെ സ്കില്ല്, നോളേജ്, കപ്പാസിറ്റി അല്ലെങ്കിൽ എബിലിറ്റി ഇതൊക്കെ എന്തായിരിക്കും പേഴ്സൺ ടു പേഴ്സണിന് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അവർ ഓരോരുത്തരും അവരുടെ സജഷൻസ് കമ്പനി സെലക്ട് ചെയ്യാൻ വേണ്ടി അവരുടെ കോൺട്രിബ്യൂഷൻസ് മാക്സിമം ഇൻവോൾവ്മെന്റ് ഉണ്ടാക്കിയിരിക്കും. അപ്പോൾ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ട്. ഇതിൽ നിന്നും ബെറ്റർ സൊല്യൂഷൻ എന്താണോ അത് കമ്പനി ചൂസ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഓരോരുത്തരും ട്രൈ ചെയ്യുന്നത് എന്താണ്, എൻ്റെ സൊല്യൂഷൻ കമ്പനി സെലക്ട് ചെയ്യണം. അപ്പോൾ ഇതിൽ ഓരോരുത്തരും അവരുടേതായിട്ടുള്ള ബെറ്റർ സൊല്യൂഷൻ എന്താണോ അത് പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു റെമഡിയൽ ആക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് ഇൻവോൾവ് ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് വൺ എംപ്ലോയി ഇൻവോൾവ്മെന്റ്. എംപ്ലോയി ഇൻവോൾവ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, എംപ്ലോയീസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മാനേജിങ് ഡയറക്ടർ, ദെൻ അവിടെ മുതൽ മാനേജേഴ്സ് ഉണ്ടായിരിക്കും, ഒരുപാട് ക്ലർക്കുമാരുണ്ടായിരിക്കും, പിയൂൺമാരുണ്ടായിരിക്കും, അതുപോലെ ഒരുപാട് ലാസ്റ്റ് ഗ്രേഡ് വർക്ക് ചെയ്യുന്ന, അപ്പോൾ ഈവൻ വാച്ച്മാൻ വരെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഓരോ ആളും ആ സ്ഥാപനത്തിലെ എംപ്ലോയി ആണ്. ഒരാൾ മാനേജറാണ്, ഒരാൾ ക്ലർക്കാണ്, ഒരാൾ അക്കൗണ്ടന്റ് ആണ്, ഒരാൾ പിയൂണാണ്, ഒരാൾ സ്വീപ്പറാണ്, ഒരാൾ വാച്ച്മാൻ ആണ്. ബട്ട് ഇവരെല്ലാം ട്രീറ്റ് ചെയ്യുന്നത് ആസ് ആൻ എംപ്ലോയി ഓഫ് ആൻ ഓർഗനൈസേഷൻ. അപ്പോൾ ഏതെങ്കിലും ഒരു റീസൺ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലംസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് കടന്നു വരുമ്പോൾ എല്ലാവരുടെ ഭാഗത്തു നിന്നും സജഷൻസ് കളക്ട് ചെയ്യും, എല്ലാവരുടെ ഇൻവോൾവ്മെന്റും ഉണ്ടാവുക ആസ് ആൻ എംപ്ലോയി. ഇപ്പോൾ വാച്ച്മാന് പറയാനുള്ളത് വാച്ച്മാൻ്റെ ഭാഗത്തു നിന്ന് കേൾക്കണം, പിയൂണിന് പറയാനുള്ളത് പിയൂണിൻ്റെ ഭാഗത്തു നിന്ന്, ക്ലർക്കിന് പറയാനുള്ളത്, അക്കൗണ്ടന്റിന് പറയാനുള്ളത്, മാനേജർക്ക് പറയാനുള്ളത്, ചീഫ് എക്സിക്യൂട്ടീവ്സിന് പറയാനുള്ളത്, ദാറ്റ് മീൻസ് ടോപ്പ് ലെവൽ മുതൽ ലോവർ ലെവലിലുള്ള മുഴുവൻ ആളുകളെയും ഇൻവോൾവ്മെന്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഇവിടെ എംപ്ലോയി ഇൻവോൾവ്മെന്റ് എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ മാനേജ്മെന്റ് ഇൻവോൾവ്മെന്റ്. മാനേജ്മെന്റ് ഇൻവോൾവ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, മാനേജ്മെന്റിന്റെ ടോപ്പ് ലെവൽ മുതൽ ലോവർ ലെവൽ വരെ. അപ്പോൾ അവിടെ എംപ്ലോയി എന്നുള്ള കോൺസെപ്റ്റിന് അതീതമായിട്ടാണ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. ഇപ്പോൾ ടോപ്പ് ലെവൽ മാനേജ്മെന്റ്, മിഡിൽ ലെവൽ മാനേജ്മെന്റ്, ലോവർ ലെവൽ മാനേജ്മെന്റ്. അപ്പോൾ ഓരോ മാനേജ്മെന്റ് തലത്തിലും അതിൻ്റെതായ ഹെഡും അതിൻ്റെ കോ വർക്കേഴ്സും ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ സബോർഡും ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഓരോ മാനേജ്മെന്റ് തലത്തിലുള്ള ആളുകൾക്കും അതിൻ്റെതായ റോള്, റെസ്പോൺസിബിലിറ്റി, റൈറ്റ്, പവേഴ്സ് ഇതൊക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാ മാനേജ്മെന്റ്, അപ്പോൾ അത് ടോപ്പ് ലെവൽ മാനേജ്മെന്റ് മാത്രമേ ഇൻവോൾവ് ആവാൻ പാടുള്ളൂ അല്ലെങ്കിൽ മിഡിൽ ലെവൽ മാനേജ്മെന്റ് മാത്രമേ ഇൻവോൾവ് ആവാൻ പാടുള്ളൂ എന്നുള്ളതല്ല, എല്ലാ മാനേജ്മെന്റിനെയും ഇതിനകത്ത് ഇൻവോൾവ്മെന്റ് ചെയ്യിപ്പിക്കുന്നു. അതാണ് ഇവിടെ പറയുന്നത് എന്ത്, ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞാണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഓവറോൾ ഇംപ്രൂവ്മെന്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഓർഗനൈസേഷനിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ്, എന്തൊക്കെ ഡിപ്പാർട്ട്മെന്റ്, ഏതൊക്കെ തരത്തിലുള്ള ആളുകളുണ്ടോ അവരൊക്കെ ഇൻവോൾവ് ചെയ്യിപ്പിക്കും. അതുതന്നെയാണ് ഇവിടെ നടക്കുന്നത്. കസ്റ്റമറിന്റെ ഓറിയന്റേഷൻ എടുത്തു, ദെൻ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇംപ്രൂവ്മെന്റ് ജനറേറ്റ് ചെയ്തു, ദെൻ എംപ്ലോയിയെ എംപവർമെന്റ് കൊടുത്തുകൊണ്ട് ദെൻ ടീം അപ്രോച്ച് കൊണ്ടുവരുന്നു, എംപ്ലോയി ഇൻവോൾവ്മെന്റ് ആൻഡ് മാനേജ്മെന്റ് ഇൻവോൾവ്മെന്റ്. ഓക്കെ, is it clear? Thank you.